+1 ഫിസിക്സ് നാലാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ ചാപ്റ്ററാണ് ഇന്ന് നാം ഈ ക്ലാസ്സിൽ റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിൽ നാം ആദ്യം പഠിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഇവയെക്കുറിച്ചാണ്. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, അവയുടെ എക്സാമ്പിളുകൾ എന്നിവയാണ് ആദ്യം നാം പഠിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഈ സ്കെയിലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ എക്സാമ്പിളുകളാണ് പലതവണ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻസറിലേക്ക് നോക്കാം. എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. എക്സാമ്പിൾ: ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, ടൈം, വർക്ക്, പവർ, എനർജി, pressure, frequency and angular frequency, etc. A vector quantity has both magnitude and direction and obeys the triangle law of vector addition or parallelogram law of vector addition. Examples for vector quantities: displacement, velocity, acceleration, momentum, force, angular velocity, torque, angular momentum, etc. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ട് വെക്റ്ററുകൾ എപ്പോഴാണ് ഈക്വൽ വെക്റ്റേഴ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്? അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, അളവും ഡയറക്ഷനും ഒരുപോലെ ആകുമ്പോഴാണ് രണ്ട് വെക്റ്ററുകൾ ഈക്വലായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. Two vectors A and B are said to be equal if and only if they have the same magnitude and the same direction. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതും വെക്റ്ററുകളെ സംബന്ധിച്ച് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ നൾ വെക്റ്റേഴ്സ് ഓർ സീറോ വെക്റ്റേഴ്സ്? അതായത് മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ടുള്ള വെക്റ്ററുകളെയാണ് നൾ വെക്റ്റേഴ്സ് അല്ലെങ്കിൽ സീറോ വെക്റ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കുന്നത്. എ നൾ വെക്റ്റർ ഓർ സീറോ വെക്റ്റർ ഈസ് എ വെക്റ്റർ ഹാവിംഗ് സീറോ മാഗ്നിറ്റ്യൂഡ്. ദ റിസൾട്ട് ഓഫ് ആഡിങ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് വിൽ ബി എ സീറോ വെക്റ്റർ. ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പെയർ വെക്റ്റേഴ്സ്, രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സീറോ മാഗ്നിറ്റ്യൂഡ് ഉള്ള സീറോ വെക്റ്റർ അല്ലെങ്കിൽ നൾ വെക്റ്റർ ലഭ്യമാകുന്നത്. എക്സാമ്പിൾ: വെൻ എ ബോഡി റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി എ സീറോ വെക്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ യൂണിറ്റ് വെക്റ്റേഴ്സ്? എ യൂണിറ്റ് വെക്റ്റർ ഈസ് എ vector of unit magnitude and points in a particular direction. It has no dimension and unit. It is used to specify a direction only. A cap is equal to vector A divided by magnitude of A. ഈ ക്വസ്റ്റ്യൻ പലതവണ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡെഫിനിഷൻ തന്നതിന് ശേഷം യൂണിറ്റ് വെക്റ്റർ എന്ന രീതിയിൽ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ P ഈസ് ലൊക്കേറ്റഡ് ഇൻ ആൻ XY പ്ലെയിൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. റീഡ്രോ ദ ഫിഗർ ബൈ ഷോയിങ് ദ റെക്ടാങ്കുലർ കമ്പോണൻസ്. Next question, write the position vector in terms of rectangular components. നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഒറിജിനിൽ നിന്ന് വരച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഗ്രാഫ്, ഒരു പൊസിഷൻ ഗ്രാഫ് നമുക്കവിടെ കാണാവുന്നതാണ്. ഒരു പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ഗ്രാഫാണത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പൊസിഷൻ വെക്റ്റർ എന്ന് നമുക്ക് വിളിക്കാം. R എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റീഡ്രോ ചെയ്യുക. അതായത് R എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ വെക്ടറിനെ എക്സ് വൈ കമ്പോണൻ്റ് ആക്കി പിരിച്ചെഴുതുക. അതായത്
റിസോൾവിങ് ഓഫ് വെക്റ്റേഴ്സ് ആണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അവിടെ രണ്ടാമത് വരച്ചിരിക്കുന്ന വെക്ടറിൽ ഒരു ആംഗിൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, തീറ്റ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ആ തീറ്റയുടെ സൈൻ ആംഗിൾ ഞാൻ എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പർട്യൂസ്, അതായത് ആർ സൈൻ തീറ്റ. അത് പിയിൽ നിന്ന് നേരെ താഴേക്ക് വരയ്ക്കുന്ന ആ ഒരു ഡോട്ടർ ലൈനിലാണ് അടയാളപ്പെടുത്തേണ്ടത്. പക്ഷേ ആക്സിസിലാണ് നാം അവ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ വൈ ആക്സിസിൽ നമുക്ക് ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ആ തീറ്റയുടെ കൊസൈൻ ആംഗിൾ ഒന്ന് എടുത്തു നോക്കൂ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പർട്യൂസ്, അതായത് ആർ കോസ് തീറ്റ, അത് എക്സ് ആക്സിസിൽ നമുക്ക് രേഖപ്പെടുത്താം. അങ്ങനെ ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിൻ്റെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആണ്, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമുള്ള കമ്പോണൻറ്റുകൾ നമുക്ക് എഴുതുവാൻ സാധിക്കും. എക്സ് ആക്സിസിൽ ആർ കോസ് തീറ്റ, വൈ ആക്സിസിൽ ആർ സൈൻ തീറ്റ. ഇതിനെയാണ് നമ്മൾ റിസോൾവിങ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പൊസിഷൻ വെക്ടർ നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ഇൻറ്റു ജെ ക്യാപ്. ഇവിടെ ഐ ക്യാപ്പും ജെ ക്യാപ്പും ഓരോ ആക്സിസിലെയും അല്ലെങ്കിൽ ഓരോ ഡയറക്ഷനിലെയും യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ലോ ആണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. രണ്ട് വെക്ടറുകൾ ആംഗിളിൽ കൂടിച്ചേരുമ്പോൾ അവയുടെ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാം യൂസ് ചെയ്യുന്ന രണ്ട് ലോകളാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും അതുപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. രണ്ട് വെക്ടറുകൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡായി വരുന്ന രീതിയിൽ ആണ് കൂടിച്ചേരുന്നതെങ്കിൽ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് പറയാവുന്നതാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പാരലോഗ്രാം ലോ ആണ്. അത് രണ്ട് വെക്ടറുകൾ ഒരു പാരലോഗ്രത്തിൻ്റെ രണ്ട് സൈഡുകളായിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് വെക്ടർ അഡീഷൻ മുഖേന നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ആദ്യത്തേത് ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. If two vectors are represented in magnitude and direction by the two sides of a triangle, their resultant is given by the third side of the triangle. ചിത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ അവിടെ ഇത് കാണിച്ചിട്ടുണ്ട്. അടുത്തത് സ്റ്റേറ്റ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. If two vectors are represented in magnitude and direction by the adjacent sides of a parallelogram, then their resultant is given by the diagonal of the parallelogram. ഇതിൻ്റെ ചിത്രം താഴെ നമുക്ക് കാണാവുന്നതാണ്. എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടറുകൾ അതിൻ്റെ പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് വരുമ്പോൾ അതിൻ്റെ ഡയഗണൽ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന രീതിയിൽ നമുക്ക് ഇത് വരയ്ക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. പാരലോഗ്രാം ലോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന രീതിയിൽ നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ, ഏറ്റവും മാർക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ മോഷനാണ്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പോയിന്റുകളെല്ലാം വളരെ വൃത്തിയായി തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. പല രീതിയിലാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കുവാനുണ്ടായിരുന്നത് പ്രൊജക്റ്റൈൽ മോഷനിൽ ട്രജക്ടറി ഫോളോ ചെയ്യുന്ന പാത്ത് ഏതാണ്, പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ, അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് നാം ഡിറൈവ് ചെയ്ത് പഠിച്ചിരുന്നത്. ഇത് പല രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ആ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്രജക്ടറി ഓർ പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്റ്റൈൽ. നമുക്കറിയാം പ്രൊജക്റ്റൈൽ മോഷനിൽ നാം
പ്രൊജക്ടൈലിൻ്റെ പാത്ത് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരാബോളയുടെ ഇക്വേഷനാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു പ്രൊജക്ടൈൽ മോഷനിലിരിക്കുന്ന പ്രൊജക്ടൈലിൻ്റെ പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറി എന്ന് പറയുന്നത് പരാബോളിക് ഷേപ്പ് ആയിരിക്കും, അഥവാ പരാബോള ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ പരാബോള എന്ന് എഴുതാം. ഡ്രോ ദ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ. പ്രൊജക്ടൈലിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ നമുക്ക് പരാബോളയുടെ ഷേപ്പ് വരച്ച് കാണിക്കാവുന്നതാണ്. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്റ്റോൺ ഈസ് ത്രോൺ അപ്പ് വിത്ത് എ വെലോസിറ്റി u വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദീസ് കമ്പോണൻസ് വേരി വിത്ത് ടൈം? അപ്പോൾ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇവ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നത്? നമ്മൾ കൃത്യമായി തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ചെയ്തിരുന്നു. അതായത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രൊജക്ടൈൽ മോഷൻ്റെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, അതിനുശേഷം ഒരു ആംഗിൾ അടയാളപ്പെടുത്തുക തീറ്റ, യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടിയ ഒരു വെക്ടർ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ വെക്ടറിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. എക്സ് ആക്സിസിൽ യു കോസ് തീറ്റയും വൈ ആക്സിസിൽ യു സൈൻ തീറ്റയും നമുക്ക് ലഭിക്കും. ഇതുതന്നെയാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ യു സൈൻ തീറ്റ. ചിലപ്പോൾ ഈ യു എന്നതിന് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, അതിനെ v0 എന്നും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ യു എന്ന് എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയെല്ലാം v0 നമുക്ക് ചേർത്താൽ മതി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് യു എന്ന് പറയുന്ന ടേം ഇവിടെ ഉപയോഗിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈ കമ്പോണൻറ്റുകളൊക്കെ എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡസ് ദീസ് കമ്പോണൻസ് വേരീസ് വിത്ത് ടൈം? അപ്പോൾ നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ്റെ ഷേപ്പ് പരാബോളിക്കാണ്. അപ്പോൾ ഇതിനൊരു മാക്സിമം ഹൈറ്റ് ഉണ്ടാവും, പിന്നീട് അത് താഴ്ന്നു വരുന്ന രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിനനുസരിച്ച് ഈ കമ്പോണൻറ്റുകൾക്ക് അവയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റ റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ടൈം. Vertical component first decreases, then becomes 0 at the highest point of projection and then increases in the reverse direction. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് പഠിച്ചെടുക്കുക. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവയുടെ വേരിയേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ദീസ് കമ്പോണൻറ്റ്സ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ? ഹയസ്റ്റ് പോയിന്റിൽ ഇവയുടെ വാല്യൂ എങ്ങനെയാണ്? നാം ഡെറിവേഷനൊക്കെ ഡിറൈവ് ചെയ്യുന്നതിന് മുൻപ് ഈ പോയിന്റുകളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ. അതിന് മാറ്റമൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അത് ഡിക്രീസ് ചെയ്ത് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The projectile has an acceleration of dash in the vertical direction and dash acceleration in the horizontal direction. ഈ പ്രൊജക്ടൈലിന് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളത്. എന്നാൽ ആക്സിലറേഷൻ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അത് 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്ത് പരാബോളയാണ് എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പിടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാനുള്ളത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ആഫ്റ്റർ എ ടൈം ടി. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ടൈം ടി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക? അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിലെ കമ്പോണൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് വിളിക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്? വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതിൽ നിന്നാണ് ഈ ഇക്വേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ടൈമും കണ്ടുപിടിക്കാമല്ലോ. ടി ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ യുവിന് പകരം വേണമെങ്കിൽ v0 എന്ന ടേം ഉപയോഗിക്കാവുന്നതാണ്. ടി ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ ഇല്ലേ, നമ്മുടെ ഒരു ഇക്വേഷൻ അല്ലേ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് ഇവിടെ ഒന്ന് പ്രയോഗിക്കാം. അപ്പോൾ അത് പ്രയോഗിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് y ആണ്, ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, അതുപോലെ തന്നെ
നമുക്ക് ആക്സിലറേഷനെ -g എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, y is equal to u sin theta into t minus half g t square. ഇവിടെ നമുക്ക് ടൈമിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. y is equal to u sin theta into x divided by u cos theta, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, മൈനസ് ഹാഫ് g into x divided by u cos theta ഹോൾ സ്ക്വയർ. അങ്ങനെ ഇക്വേഷൻ നമുക്കൊന്ന് ചേർത്ത് എഴുതാം. അപ്പോൾ ഇങ്ങനെയായിട്ട് മാറും, y is equal to tan theta sin theta by cos theta എന്ന ടേം tan theta മാറും. അങ്ങനെ tan theta into x മൈനസ് g divided by 2u square cos square theta into x square എന്ന രീതിയിലായിട്ട് ഇക്വേഷൻ മാറും. This equation is of the form y is equal to ax plus bx square. ഈ ഇക്വേഷൻ y is equal to ax plus bx square എന്ന ഫോമിലാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഇതൊരു പരാബോളയുടെ ഇക്വേഷൻ മാത്തമാറ്റിക്സിൽ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഒരു പ്രൊജക്റ്റൈലിൻ്റെ പാത്താണ്. നാം എത്തിച്ചേർന്ന ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഒരു പ്രൊജക്റ്റൈലിൻ്റെ പാത്ത് എന്ന് പറയുന്നത് പരാബോളിക്കാണ്, പരാബോളയുടെ ഷേപ്പാണ്. ദാറ്റ് ഈസ് ദ പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് എ പരാബോള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ. ഇത് മൂന്ന് ചോദ്യങ്ങളായി സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ അത് നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെ കൂടെയും വരയ്ക്കേണ്ടതാണ്. അപ്പോൾ നാം അവിടെ ഒരു വെക്റ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, അതിൻ്റെ വൈ കമ്പോണൻറ്റ്, മാക്സിമം ഹൈറ്റ്, റേഞ്ച്, ഇവയെല്ലാം കൃത്യമായി തന്നെ അതിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ ക്യാപിറ്റൽ ടി നമുക്കതൊന്ന് പഠിക്കാം. കൺസിഡർ ദ മോഷൻ ഇൻ എ വെർട്ടിക്കൽ ഡയറക്ഷൻ. നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മോഷനാണ് നോക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ നമ്മൾ അവിടെ എഴുതുന്നു, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതിൻ്റെ വാല്യൂസ് കൃത്യമായി തന്നെ നമ്മൾ അവിടെ ചെയ്തു വെക്കണം. എസ് ഈക്വൽ ടു 0 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 0. യു ഈക്വൽ ടു യു സൈൻ തീറ്റ, എ ഈക്വൽ ടു മൈനസ് ജി, സ്മോൾ ടി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി. ആ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതിൽ മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിനെ സമത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറുന്നു. അതിനുശേഷം ടി സ്ക്വയർ ഈക്വൽ ടു എന്ന രീതിയിൽ നമുക്ക് ആ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ടി കണ്ടുപിടിക്കാം. അപ്പോൾ ടിയുടെ വാല്യൂ ഇങ്ങനെ ലഭിക്കുന്നതാണ്, 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ എന്നുള്ള ഇക്വേഷൻ. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാം പഠിച്ചിരിക്കണം. അടുത്തത് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, അല്ലേ? നമുക്കറിയാം, ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് നാം ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വെറുതെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. അത് ചേർത്തെഴുതുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ? നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, സൈൻ 2 തീറ്റയാണ്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ. ഇതിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കിപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യേണ്ടതുണ്ട്. നോക്കാം. മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ എച്ച്. കൺസിഡർ ദ മോഷൻ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ടു ദ ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റ് ആണ് നാം പരിഗണിക്കുന്നത്, അല്ലേ? ചിത്രത്തിൽ കാണാവുന്നതാണത്. അപ്പോൾ നമ്മളിവിടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് പരിഗണിക്കുന്നത്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. അപ്പോൾ ഇതിൽ യു ഈക്വൽ ടു യു സൈൻ തീറ്റ, വി ഈക്വൽ ടു മാക്സിമം ഹൈറ്റിലായതുകൊണ്ട് 0, എ ഈക്വൽ ടു മൈനസ് ജി ആൻഡ് എസ് ഈക്വൽ ടു എച്ച്. ആ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. 0 മൈനസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 2gh, or h is equal to u square sin square theta divided by 2g. ഇതാണ്
മാക്സിമം ഹൈറ്റ്, ഒരു പ്രൊജക്ടൈലിന് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഹൊറിസോണൽ റേഞ്ച് മാക്സിമം ആകുന്നത് അത് എത്ര ആംഗിളിലായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊജക്ടൈലിനെ മാക്സിമം റേഞ്ചിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര ആംഗിളിൽ നാം അത് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഹൊറിസോണൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കൂ. R is equal to u square sin 2θ divided by g. അവിടെ സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമത്തിലെത്തണം. അവിടെ 2θ ആണ്. അപ്പോൾ 2θ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം എന്നും പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു എത്ര വരും? 90 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. ഓക്കെ, ഇനി മാക്സിമം, വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച്? അപ്പോൾ നമ്മൾ ആംഗിൾ ആണ് കണ്ടുപിടിച്ച് 45 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്താൽ അത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റൈൻ ചെയ്യുന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. റേഞ്ച് ഈസ് മാക്സിമം വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി or r is equal to u square sin 90 divided by g. Then r maximum is equal to u square divided by g. ഇതാണ് ആർ മാക്സിമത്തിൻ്റെ വാല്യൂ. ആർ മാക്സിമത്തിൻ്റെ വാല്യൂ എത്രയാണ്? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. ഈ ഇക്വേഷൻസ് എല്ലാം കൃത്യമായി തന്നെ ഓർത്തിരിക്കണം. പ്രൊജക്ടൈൽ മോഷൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നാം പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ആണ്. ഹൊറിസോണൽ റേഞ്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ്. നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ വിച്ച് ദ റേഞ്ച് വിൽ ബി സെയിം ആസ് ദാറ്റ് in the case of theta equal to 30 degree for a given velocity of projection. അതായത് നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് സെയിം ആകുന്ന രീതിയിൽ ആംഗിൾ ചേഞ്ച് ചെയ്യിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ദ റേഞ്ച് വിൽ ബി സെയിം ഫോർ ദ ആംഗിൾസ് തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ. ഇപ്പോൾ തന്നിരിക്കുന്നതിന് നമുക്ക് തീറ്റ എന്നും അടുത്ത വരാൻ പോകുന്ന ആംഗിളിനെ നമുക്ക് 90 മൈനസ് തീറ്റ എന്നും എടുക്കാം. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി, 90 മൈനസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് 30 ഈക്വൽ ടു 60 ഡിഗ്രി. ദിസ് ഈസ് ദ ന്യൂ ആംഗിൾ. ദ റേഞ്ച് വിൽ ബി സെയിം ഫോർ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലാർ മോഷൻ? യൂണിഫോം സർക്കുലാർ മോഷൻ്റെ ക്വസ്റ്റ്യൻസും സാധാരണ കണ്ടുവരുന്നതാണ്. ഇതിനകത്ത് നമുക്കിനി അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതെങ്കിലും യൂണിഫോം സർക്കുലാർ മോഷനിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലാർ മോഷൻ? എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ? യൂണിഫോം മോഷൻ നമുക്കറിയാം, തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് യൂണിഫോം സർക്കുലാർ മോഷൻ, പക്ഷേ ഇവിടെ സർക്കുലാർ മോഷൻ ആണ് എന്ന് മാത്രം. When an object follows a circular path at a constant speed, the motion of the object is called uniform circular motion. The speed is constant in uniform circular motion. The velocity is not constant in uniform circular motion. The acceleration is constant in uniform circular motion. ഈ പോയിന്റുകൾ നാം പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Give an example for a motion in which speed is constant but velocity is varying. വെലോസിറ്റി വേരി ചെയ്യുകയും സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു മോഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും യൂണിഫോം സർക്കുലാർ മോഷൻ ആണ് എന്നുള്ള കാര്യം. ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അത് വ്യത്യാസപ്പെട്ട് ഇരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Give an example for a motion in which speed is constant still accelerating. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പീരിയഡ് ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ? ദ ടൈം ടേക്കൺ ബൈ ആൻ ഒബ്ജെക്ട് ടു മേക്ക് വൺ റെവല്യൂഷൻ ഈസ് നോൺ ആസ് ഇറ്റ്സ് ടൈം പീരിയഡ് ടി. ദ യൂണിറ്റ് ഈസ് സെക്കൻഡ്. വാട്ട് ഈസ് ഫ്രീക്വൻസി ഇൻ യൂണിഫോം സർക്കുലാർ മോഷൻ? The number of revolutions made in 1 second is called its frequency. Nu is equal to 1 by t. Its unit is hertz. Define angular velocity. Angular velocity is the time rate of change of angular displacement.
ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ആണ് എങ്കിൽ നമുക്ക് ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാവുന്നതാണ്. ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി, ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി, ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ. ഇങ്ങനെയൊക്കെ നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻസ് പല സ്ഥലത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഇവയെല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെയും ലീനിയർ വെലോസിറ്റിയുടെയും ആ റിലേഷൻഷിപ്പ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന റിലേഷൻ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ്. സർക്കുലർ പാത്തിൽ കൂടിയാണ് അത് മൂവ് ചെയ്യുന്നത്. അവിടുത്തെ 2 പോയിന്റുകൾ എടുത്തിരിക്കുന്നു, പി പി ഡാഷ്. അവിടെ നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന 2 പൊസിഷൻ വെക്ടേഴ്സ് ആണ് ആർ ആർ ഡാഷ്. അവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടറുകളുടെ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന ഡെൽറ്റ ആർ ഉണ്ട്. ഇനി നമുക്ക് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക്. ആർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ആണ്, അത് നമുക്ക് എഴുതാം. റേഡിയസ് എന്ന് പറയുന്ന ആർ ആയിട്ട് എടുക്കാം. അങ്ങനെ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന രീതിയിൽ ഈ ഇക്വേഷൻ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്ന് റീ അറേഞ്ച് ചെയ്താലോ? ഡെൽറ്റ ആറിന്റെ ടേമിലേക്ക് മാറ്റി എഴുതുന്നു. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നമുക്ക് ആ ഡെൽറ്റ ആറിന്റെ സ്ഥാനത്ത് ഇപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഒന്ന് കൊടുക്കാം. അങ്ങനെ ഇക്വേഷൻ, അതായത് വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ആർ ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് ആയി. നമുക്ക് ഒമേഗയുടെ ഇക്വേഷൻ അറിയാമല്ലോ, അത് ഡെൽറ്റ തീറ്റ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെ വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന രീതിയിൽ ഇക്വേഷൻ കിട്ടും. നോക്കൂ, സമത്തിന്റെ ഇടതുവശത്ത് ലീനിയർ വെലോസിറ്റി, സമത്തിന്റെ വലതുവശത്ത് ഒമേഗ ആംഗുലാർ വെലോസിറ്റി. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിലേഷനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റിയുടെയും ലീനിയർ വെലോസിറ്റിയുടെയും റിലേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡിഫൈൻ ആംഗുലാർ ആക്സിലറേഷൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് കോൾഡ് ആംഗുലാർ ആക്സിലറേഷൻ. ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി ടി, ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. Therefore, alpha is equal to d by dt of d theta divided by dt. Again, alpha equal to d square theta divided by dt square എന്ന് നമുക്ക് എഴുതാം. ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഒരു ബോഡി യൂണിഫോം സർക്കുലാർ മോഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്ന ആ സർക്കുലാർ പാതയുടെ സെൻറ്ററിലേക്കായിരിക്കും. അപ്പോൾ ആ ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ചെറിയ ക്ലാസ്സുകളിൽ ഈ സെൻറ്ററിലേക്കുള്ള ഫോഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. A body in a uniform circular motion experiences an acceleration which is directed towards the center along its radius. This is called centripetal acceleration. അടുത്ത question, derive the expression for centripetal acceleration. ഇവിടെ സർക്കുലർ പാതയിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ 2 പോയിന്റുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു, പി പി ഡാഷ്. അവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റുകളെ ടച്ച് ചെയ്ത് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്ന ടാൻജന്റുകളാണ്, അതായത് വി വി ഡാഷ്. അതിന്റെ ഡയറക്ഷൻ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 പോയിന്റുകളിലേക്കും നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്ന പൊസിഷൻ വെക്ടേഴ്സ് ആണ് ആർ ആർ ഡാഷ്. ഇവയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ആണ്. ഇവിടെ വെലോസിറ്റി വെക്ടറുകളെ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അവിടെ വരച്ചിരിക്കുന്നു. അങ്ങനെ വെലോസിറ്റി വെക്ടറുകളുടെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ നമുക്ക് കാണാം, ഡെൽറ്റ വി എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 2 ട്രയാങ്കിളുകളും സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവയുടെ സൈഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇക്വേറ്റ് ചെയ്യാം.
അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഈസ് ഈക്വൽ ടു അടുത്ത ട്രയാങ്കിളിലെ ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആറിനോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് ഡെൽറ്റ വി കണ്ടുപിടിക്കാം. വി ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു വി ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ഡെൽറ്റ ടി. ഡെൽറ്റ ടി വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ആക്സിലറേഷൻ ആണ്. വലതുവശത്ത് വി ഡിവൈഡഡ് ബൈ ആർ എന്നും ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വിയുമാണ്. അങ്ങനെ എൽ എച്ച് എസിൽ എയും ആർ എച്ച് എസിൽ വി സ്ക്വയർ ബൈ ആർ എന്ന ടേമുമായി മാറുന്നു. അങ്ങനെ സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇനി ഇത് നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ടേമിലേക്ക് എഴുതുമ്പോൾ ഈ ഇക്വേഷനിലെ സ്മോൾ ആറിനെ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന രീതിയിലാക്കി എഴുതാം. If r is the radius of the circular path, then the centripetal acceleration AC is equal to v square divided by r. ഇത് നാം ലീനിയർ മോഷന്റെ ടേമുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് സർക്കുലാർ ടേമുകളിൽ അല്ലെങ്കിൽ സർക്കുലാർ മോഷന്റെ ടേമുകളിൽ നമുക്ക് മാറ്റി എഴുതാനുണ്ട്. അങ്ങനെ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. എ സി ഈക്വൽ ടു വി ഒമേഗ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഈ ഇക്വേഷൻ അത് ഡിറൈവ് ചെയ്യുന്ന രീതി ഇതെല്ലാം കൃത്യമായി തന്നെ നാം പഠിച്ചിരിക്കേണ്ടതാണ്. എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ, ഈ ചാപ്റ്ററാണ് നാം റിവിഷൻ ഈ ക്ലാസ്സിൽ ചെയ്തത്. ഏറ്റവും കൂടുതൽ തവണ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രൊജക്റ്റൈൽ മോഷനും അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ആക്സിലറേഷനുമാണ്. എന്നാൽ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ കൃത്യമായി തന്നെ എല്ലാ ടോപ്പിക്കുകളും നാം പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.